സുന്ദരേ, വസുന്ധരേ, വസു, വസു. ഇന്ന് വരാൻ ആരാ പറഞ്ഞത്? ബുധനാഴ്ച വരാനല്ലേ പറഞ്ഞത്? ദേ മറ്റെങ്കിലും ഇവിടെ ഉണ്ട്, എന്റെ കെട്ടിയവൻ. അയ്യോ, പങ്കജാക്ഷം വേണ്ട. എളുപ്പ സ്ഥലം വിട്ടോ. അപ്പൊ ബുധനാഴ്ച വരാല്ലേ? ബുധനാഴ്ച രാത്രി അങ്ങേർക്ക് നൈറ്റാ. ബില്ലി, ബില്ലി, എന്റെ പൂച്ച അവിടെ പോയി. ബില്ലി, 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 വസു, അല്ല ബില്ലി, ബില്ലി, ബില്ലി. ഇന്ന് രാത്രി പങ്കജാക്ഷം പിള്ളയ്ക്ക് മാത്രമല്ല, നമുക്ക് നൈറ്റാ. ഈ രാത്രി പുലരാതിരുന്നെങ്കിൽ. ആരെ മുഖത്തിട്ട് ഫോറിൻ ടോർച്ച് അടിച്ചല്ലോ. കൊള്ളിയനായിരിക്കും. വാ നമുക്ക്. വേണ്ട വേണ്ട വേണ്ട, പിന്നെ വരാം. അതിലടിച്ച് ഉറങ്ങിക്കോ. ഷാരംഗൻ മാഷല്ലേ? അതെ, കുണ്ട്ര ഷാരംഗൻ എന്ന് പറയും. മാഷല്ലേ അടുത്ത ആഴ്ചയിലെ ഡാൻസ് കോമ്പറ്റീഷന്റെ മെയിൻ ജഡ്ജ്? അതെ, എന്താ കാര്യം? മാഷെ കൂടാതെ വേറെ ആരൊക്കെയുണ്ട് ജഡ്ജസ് ആയിട്ട്? ഞാനും സരസമ്മ ടീച്ചറും പിന്നെ ഏതോ ഒരു വസുന്ധരയും. ഓ, ഏതോ ഒരു വസുന്ധര. അതിതായിരിക്കും അല്ലേ മാഷെ? ഇത് പിന്നെ മാഷാണെന്ന് തോന്നുന്നു അല്ലേ? അയ്യോ, ഇതാരെടുത്ത്? ക്യാമറ പോക്കെത്ര കാണിക്കുന്നു? ഡാൻസ് കോമ്പറ്റീഷൻ അരുൺ തന്ന കാശിന്റെ കൂറ് കാണിക്കാൻ ആ താരയുടെ ടീമിനും കാണും മാർക്ക് കൂട്ടി കൊടുത്താലുണ്ടല്ലോ, ഇതിനകത്തെ ഫോട്ടോയിലെ ഓരോ ഇഞ്ചും വലുതാക്കി ഈ പാലമറ്റ തങ്ങാടിയിലും എക്സൈസ് പങ്കജാക്ഷൻ പിള്ളയുടെ ഓഫീസിലും ചെണ്ടയും കുട്ടി നടന്ന് കാണിക്കും. സാറിന്റെ ഭാര്യ ഭാനുമതിക്ക് അയച്ചു കൊടുക്കും ഒരു കോപ്പി. കേട്ടോ കുണ്ട്ര ഷാരംഗ? ഒരു കയ്യബദ്ധം പറ്റിപ്പോയി. അരുണിന്റെ കാശ് ഞാൻ തിരിച്ചു കൊടുത്തേക്കാം. ഈ ഫോട്ടോ കാണിച്ച് എന്നെ നാണം കെടുത്തരുത്. കുണ്ട്രയിൽ എന്റെ ഭാര്യയുടെ കയ്യിലെങ്ങാനും ചെന്ന് പെട്ടാല് ഞാൻ ഭിത്തിയെ തൂങ്ങുന്ന വെറും ഒരു ഫോട്ടോ മാത്രമായി പോവും. ഇപ്പൊ പൊന്നുവൻ എന്താ വേണ്ടത്? മാഷ് ഒന്നും ചെയ്യണ്ട. ഡാൻസ് കോമ്പറ്റീഷൻ ആരുടെയും പക്ഷം പിടിക്കാതെ മാർക്കിട്ടാ മാത്രം മതി. മതിയല്ലോ. ഇതൊക്കെ നശിപ്പിച്ചല്ലേ? കളയും. ഉറപ്പാ? ഉറപ്പ്. അപ്പൊ പറഞ്ഞതുപോലെ ചതിക്കല്ലേ? ഇല്ല ഇല്ല. ഒരു ഉപകാരം ചെയ്യണം. എന്ത്? ഷാരംഗ മാഷ് വരുന്ന വഴിയിൽ എവിടെയെങ്കിലും നിന്നിട്ട് ഞാൻ പറയുന്ന കാര്യം ഒന്ന് ഉറക്കെ വിളിച്ച് പറയണം. എന്ത് കാര്യം? അതൊക്കെ ഒരു രഹസ്യ. എന്നിട്ട് അയാളുടെ റിയാക്ഷൻ ഒന്ന് വാച്ച് ചെയ്യണം. കാര്യം എന്തായി? സാധിച്ചോ? അത് പറ. സാധിക്കുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. ഏതായാലും ഞാൻ പറയുന്നതൊന്ന് ചെയ്തു നോക്ക്, ബാക്കിയൊക്കെ പിന്നെ. ഓക്കെ, എന്താ വിളിച്ചു പറയേണ്ടത്? ഏതോ ഒരു ഗാനം എന്റെ കാതിൽ ഏതോ ഒരു എടാ എന്തായി? ഞാൻ പറഞ്ഞപ്പോ ഞെട്ടിത്തിരിഞ്ഞ് നോക്കി. ഇവിടെ അതിനെ സംഭവിച്ചു. എന്തോ വർക്കൗട്ട് ആവുന്നുണ്ട്. എടാ, ഈ സച്ചോ ആള് കൊള്ളാലോ. ഇവിടെ ഒരു വീടുണ്ടായിരുന്നല്ലോ മാഷേ, അതേതാ? ഏത് വീടാ? ഏതോ എനിക്കറിയില്ല. എന്താ സച്ചു ഇങ്ങനെ ഒരു സസ്പെൻസ്? പറ. അത് സസ്പെൻസ് അല്ലേ? എങ്ങനെ പറയും? കാര്യങ്ങൾ ഞങ്ങളോടൊന്ന് പറ, ഞങ്ങളൊന്ന് അറിയട്ടെ. കോമ്പറ്റീഷന് ഫസ്റ്റ് കിട്ടിക്കഴിഞ്ഞ് നന്ദി പറയാൻ വരുമ്പോ പറയാം. അതിരിക്കട്ടെ, ആ യെല്ലോ ഗാങ്ങിലെ താര ടീമിന്റെ പാട്ട് ഏതാ? നമ്മുടെ സുഷമയുടെ ടീമിന് അതിനേക്കാൾ അടിപൊളി വേണം. അതിന്റെ കടകവിരുദ്ധം മതി. അച്ചമ്മ പാടാറുള്ള പഴയൊരു തിരുവാതിര പാട്ടുണ്ട്. അതിൽ നിന്ന് ചോർത്തിയാലോ നമുക്ക്? ചേഞ്ച് ആയിരിക്കും. റെഡി? റെഡി.
സച്ചു അമ്മയെയും അച്ഛനെയും വിളിച്ചോ? അമ്മയെ വിളിച്ചു. എന്നിട്ട് ഉള്ളതൊക്കെ ഉള്ളതുപോലെ അങ്ങ് പറഞ്ഞു. അപ്പോ സുഷ്മയെ നന്നായി നോയിക്കൊള്ളേന്ന് പറഞ്ഞു അമ്മ. സുഷ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നും പറഞ്ഞു അമ്മ. സച്ചു ഒരു ഭാഗ്യവാനല്ലേ? സുഷ്മ എന്തറിയുന്നു? എന്താ അങ്ങനെ? ഒന്നുമില്ല. എടാ വിജയരാഘവ, മജീദേ, സർവത്ര കുഴപ്പമായി. നാട്ടുകാരൊക്കെ എന്തൊക്കെയോ അറിഞ്ഞിരിക്കുന്നു. വാ. എടാ ആ പലചരക്ക് കിടക്കാരൻ ചോദിച്ചു സുഷമ ആരാണെന്ന്. ഞാനങ്ങ് പറഞ്ഞു പോയി നാടകം നടിയാണെന്ന്. നമ്മളൊക്കെ റിഹേഴ്സലിന് വന്നതാണെന്ന്. പുല്ല് പരിപാടി കാണിക്കരുത്. എടാ ഇടയ്ക്ക് റിഹേഴ്സൽ കാണാൻ കയറി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് അയാള്. ആരെങ്കിലും വന്നാൽ റിഹേഴ്സൽ ചെയ്യാൻ അറിഞ്ഞ് ഡയലോഗ് എഴുതി വെച്ചോ. പിന്നെ സംശയം തോന്നാതിരിക്കാൻ നടിക്ക് ഉടനെ നമ്മളൊരു തള്ള ഉണ്ടാക്കണം. ആ പുലിവാലായ ഇങ്ങനെയുള്ള കേസുകളിൽ കുറച്ച് പുലിവാലൊക്കെ പിടിക്കേണ്ടി വരും. സച്ചു ദേ സുഷ്മ മേളിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നോളാം. എടാ ഇത് കുണ്ടറയാണോ? പിന്നല്ലാതെ എന്നെയും സുഷ്മ അറിയുന്ന കുണ്ടറ ശാരങ്ങൻ അപ്പുറത്ത്. അയാൾ എന്റെ ചേട്ടന്റെ കൂട്ടുകാരനാ. നമ്മളൊക്കെ എത്തിയവരും ചിലപ്പോ വന്നേക്കും ഇങ്ങോട്ട്. ഇതിപ്പോ സർവത്ര പുലിവാലായല്ലോ. ഇതുതാ എന്റെ വീട്. വാ നമുക്ക് അകത്ത് കയറി തിട്ടപ്പെടുത്തിട്ട് പോവാം. പുള്ളിയെങ്ങാനും വന്നാ എന്നെയും കാണരുത്, സുഷ്മയും കാണരുത്. ഞാൻ പറഞ്ഞ പോലെയാണ് നിങ്ങൾ പുള്ളിയെ കൈകാര്യം ചെയ്തോണം. എടാ ചാരങ്ങൻ വരുന്നു. നീ ടെൻഷൻ അടിക്കാതെ, അത് ഞാനും മജീദ് ഏറ്റു. വാ. ആ പിന്നെ നീ സച്ചിനെയും സുഷമയും കൊണ്ട് മോളി പോരുന്നോ? വാ. നമസ്കാരം. എവിടെ? വിശ്വനാഥൻ പിള്ളയുടെ അനിയനോട് പോയി. പുറത്തേക്ക് പോയിരിക്കുക. ഓ. എനിക്ക് ആരാ? കുണ്ട്ര ശാരംഗൻ എന്ന് പറയും. ഈ വീടിന്റെ നോക്കി നടത്തിപ്പൊക്കെ ഞാനാ. ഇവിടെ അടുത്താ താമസം. ഇരിക്കും. ഒരു നടിയുണ്ടെന്ന് കേട്ടു. നടി വരും. വരുവോ? അപ്പൊ ഉണ്ടെന്ന് പറഞ്ഞതോ? അത് വന്നവള് പിണങ്ങിപ്പോയി. പുതിയ ആളെ തപ്പിപ്പോയിരിക്കുക വിക്രമൻ. അപ്പൊ ഇന്ന് എത്തും. എന്താ നാടകത്തിന്റെ പേര്? വസുന്ധരാപഹരണം. നല്ല പേര്. ഏത് കലാസമിതിയുടേതാ? വസുന്ധര കമ്പൈൻസ്. അതും കൊള്ളാം. ആരാ എഴുതിയത്? ഏതോ ഒരു വസുന്ധര. ആരാ നൃത്ത സംവിധാനം? വസുന്ധര പി. ഗാനരചന? പി വസുന്ധര. മറ്റതോ? ശബ്ദം വിളിച്ചോ? വസുന്ധര ആൻഡ് വസുന്ധര. സംവിധാനോ? എക്സൈസ് പങ്കജാക്ഷൻ പിള്ള ഉപേക്ഷിച്ച വസുന്ധര. പിന്നെ കാണാം നമുക്ക്. പിന്നെ ആരാ ഇവന്മാര്? വസുന്ധര ഉപേക്ഷിച്ചു. ഒന്നറിയണമല്ലോ. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഡിറ്റക്റ്റീവ്സ് ആണ്. ഇവിടെ എന്താ? അകത്താരൊക്കെ ഉണ്ടെന്നറിയാൻ. അകത്ത് കുറച്ച് പിള്ളേര് മാത്രമേ ഉള്ളൂ. இல்ல அந்த பசங்க கூட இன்னொரு ஆளும் இருக்கு. അതാര്? ஒரு அம்மா. അമ്മ വസുന്ധരയാ? பேரு தெரியாது. അപ്പൊ അത് നേരാണല്ലേ? പങ്കജാക്ഷൻ പിള്ള വസുന്ധര ഉപേക്ഷിച്ചു അല്ലേ? அதுவும் தெரியாது. അപ്പൊ പിള്ളേരെല്ലാരും കൂടി വസുന്ധര എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി ഇങ്ങോട്ട് വലിച്ചോട്ട് തിരിക്കാണല്ലേ? இருக்கலாம். അപ്പൊ ഇത് ശരിക്കും വസുന്ധരാഭരണം തന്നെയാണല്ലേ? உனக்கு வேணாம்னா எங்களுக்கு கொடுத்துரு, நாங்க எடுத்துக்கிறோம்ல. ഉറപ്പാണോ? കൊണ്ടുപോയി കളാമോ? கண்டிப்பா. അപ്പൊ എന്നാ വാ, തിങ്ക് പண்றേ. வா. വിജയരാഘവ, ഇനി ഏതായാലും ഇവിടെ നിന്നാൽ ശരിയാവില്ല. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് മാറണം. നീ വിഷമിക്കാതെ, നമുക്ക് പോവാൻ ഫസ്റ്റ് ക്ലാസ് ഒരു ഇടമുണ്ട്. എന്റെ വല്യമ്മയുടെ മകൻ ഗോപി വക്കീലിന്റെ ഒരു വീട് ഒഴിഞ്ഞിടപ്പുണ്ട് കുന്നംകുളത്താ. യാതൊരു നിർവാഹവും ഇല്ലാതെ വന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. നിങ്ങൾ ഈ പറയുന്ന ആളല്ല ഞങ്ങൾ കണ്ടത്. അതൊരു കൊച്ചു പെണ്ണാ. ഉറപ്പാണോ? ഉറപ്പ്. പക്ഷെ ഞാൻ പറഞ്ഞതുപോലെ ലേശം തടിച്ചൊരു 40 കാരെ കണ്ട പിടിച്ചോണ്ട് പോയിക്കളാമോ? சாக்குல கட்டி நான் பழனிக்கு எடுத்துட்டு போறேன். അഡ്വാൻസ് പിടിക്കോ. வாடா. ഗോപിയേട്ടനെ വിളിച്ച് വിവരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്.
സുഷമയുടെ വീട്ടഡ്രസ്സും ഫോൺ നമ്പറും ചോദിച്ചു, അതും കൊടുത്തു. ഇനി എല്ലാം പുള്ളിക്കാരൻ നോക്കിക്കോളൂ. ആരുമില്ലേ ഇവിടെ? ആരുമില്ലേന്ന് ഇവിടെ? പാനോട് ചേച്ചി ശാരങ്ങന്റെ ഭാര്യ. സച്ചും സുഷമ ഇവിടെ വന്നു, ഞങ്ങൾ പോയി കൈകാര്യം ചെയ്തോളാം. അഥവാ ഇങ്ങോട്ടെങ്ങാനും കയറി വന്നാൽ ഒരു സിഗ്നൽ തരാം, ഈ കട്ടിനടിക്കറി വിളിച്ചോളാം. വാ വാ വാ. എന്താ ചേച്ചി? അങ്ങേര് ഇവിടെ ഇങ്ങോട്ട് വന്നിട്ട് എന്റെ കെട്ടിയവൻ വന്നിട്ട് പോയല്ലോ ചേച്ചി. പിന്നെ വന്നിട്ട് പോയി. ഏ? എവിടെ വിളിച്ചു നിൽക്കുക? ഇങ്ങോട്ട് ഇറങ്ങിയാട്ടെ. അയ്യോ സത്യമായിട്ട് ചേച്ചി, കുറച്ച് കഴിഞ്ഞു വരാന്ന് പറഞ്ഞു പോയി. പിന്നെ വരാമെന്ന് പറഞ്ഞ് പോകുന്ന ആളെ മാർക്കറ്റിൽ വെച്ച് നടിയുണ്ടെന്നറിഞ്ഞപ്പോ നടപ്പിന്റെ വേഗത കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു. കണ്ടത് മതി, ഇങ്ങോട്ട് പോര്. ഇവിടെ നടിയൊന്നുമില്ല ചേച്ചി, ആളുകള് ചുമ്മാ ഏഷ്യന് പറയുന്നതാ. ഓ പിന്നെ ഏഷണി. ദേ ഞാൻ കയ്യോടെ പിടിക്കും മുമ്പേ ഇറങ്ങി ഇങ്ങോട്ട് പോരുന്നോ? ചേച്ചി മോളിൽ ആരുമില്ല, ഒറ്റ കുഞ്ഞില്ല, നമുക്ക് അങ്ങോട്ട് പോവാം. പ്രഷറാണെന്നും കരുതി ഞാൻ മേലോട്ട് കേറത്തില്ല എന്നൊന്നും വിചാരിക്കണ്ട. ചേച്ചി പ്രഷറുണ്ടെ കോണി കയറരുത്, ദോഷവാ, മോശവാ. ഒന്ന് മാറടാ വിശ്വാമ്പിള്ളയുടെ അനിയ. അതിയാനെ അവളെ ഞാനൊന്ന് കണ്ടോട്ടെ. എന്നാ കേറിക്കോ. ഭാനുമതി ചേച്ചി ദേ കോണി കയറുന്നു, കോണി കേറിക്കൊണ്ടിരിക്കുന്നു. ഭാനുമതി ചേച്ചി ദേ പാതി കോണി കയറിക്കഴിഞ്ഞു, ദേ കോണി കയറിക്കഴിഞ്ഞിരിക്കുന്നു. കാല് പുറത്ത് കാണാം, കാല് പുറത്ത് കാണാം. അകത്തോട്ട് കയറ്റണം, അകത്തോട്ട് കയറ്റണം. മറ്റേയാളുടെ കാലും കാണാം, മറ്റേയാളുടെ കാലും കാണാം. അതകത്തേക്ക് വലിക്കണം, പ്ലീസ്, അകത്തേക്ക് വലിക്കണം. ആരാ പിള്ളാരെ നിങ്ങള്? അയ്യോ അത് നമ്മള് ഭാനുമതി ചേച്ചിയോട് പറയാൻ വിട്ടുപോയല്ലേ. ഇറങ്ങി വാ, ഇറങ്ങി വാ. ഇത് നമ്മുടെ സച്ചിനും സുഷമയാണ് ചേച്ചി. ചേച്ചി കണ്ടിട്ടില്ല അല്ലേ? ദേ ഇത് സച്ചിൻ, ഇത് സുഷമ. സുഷമയുടെ ആങ്ങളെയാണോ സച്ചിൻ? അല്ല. എന്നാ കാമുകനാണോ? അതുമല്ല. അതാ ഞാൻ പറഞ്ഞത്, ഇത് സച്ചിൻ, ഇത് സുഷമ. മോളോളം പ്രായമില്ലാത്ത ഈ നടിയെ കാണാനാണോ അത് ഞാൻ ആക്രാന്തം പിടിച്ച് ഇങ്ങോട്ട് വന്നത്? എന്നിട്ട് കണ്ടോ കൊച്ചേ? ഇല്ല. ചേച്ചി പുള്ളി ഇവിടെ വന്ന് നടി എന്തേന്ന് ചോദിച്ചു. ദേ ഇവര് പറഞ്ഞു നടി വന്നിട്ടില്ലാന്ന്. അപ്പൊ തന്നെ പുള്ളി അങ്ങ് പോയി. പിന്നെ എന്നാ പിന്നെ ഇത് നേരത്തെ പറഞ്ഞു വിടായിരുന്നോ? ഞാനങ്ങ് പോയനെയായിരുന്നല്ലോ. ഇതാന്നോ ഹീറോ? ഹീറോയും ഹീറോയിനും നല്ല ചേർച്ചയുണ്ട്. ആ നടക്കട്ടെ നടക്കട്ടെ, നിങ്ങളുടെ നാടകം നടക്കട്ടെ. ഞാനങ്ങ് പോയേക്കാം. അയ്യോ നാടകമൊന്നുമില്ല ചേച്ചി, ഞങ്ങൾക്ക് അതേ കുന്നുകുളത്തേക്ക് പോവുക. വാ വാ വാ. നിങ്ങൾ ബാക്ക് ചെയ്ത് പുറപ്പെട്ടോ, ഞങ്ങൾ പുറകെ വന്നോളാം. വാ. എടി വസുന്ധരേ, നീയുമായി ഇടക്കാലത്ത് എനിക്കൊരു ബന്ധമുണ്ടായി, ശരിയാ? എന്നും വെച്ച് നീ എന്റെ കൂടെ അങ്ങ് കയറി പൊറുക്കാമെന്ന് കരുതിയോ? തലയാട്ടുന്നോടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എങ്ങാനും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അടിച്ച് നിന്റെ മതിയടി നിന്റെ പൊതി. പിടിച്ച് മാറ്റികളെ പിടിക്കടാ. ഭാനുമതി ചേച്ചിയാ. എന്റെ ഭാനുമതി. അവരല്ലേ പോയത്? അവളും നോട്ടപ്പുള്ളികളാ, പിടികിട്ടാപ്പുള്ളികള്, ഒളിച്ചോട്ടക്കാര്. അവരെങ്ങോട്ടാ പോയത്? കുന്നംകുളത്തേക്ക്. മൂന്ന് ദിവസമായി അന്വേഷിക്കുകയാണ് എല്ലാവരും. വീട്ടുകാരും പോലീസുകാരും നാട്ടുകാരും എല്ലാം. അടിയിടിക്കാരും ഗുണ്ടകളും എല്ലാം പുറപ്പെട്ടിട്ടുണ്ട് കുന്നംകുളത്തേക്ക്. എന്താ ആരായി വസുന്ധര? വസുന്ധര ആരാണെന്ന്?
ഏതോ ഒരു പശു. പിന്നെ ഏതോ ഒരു